വൈറ്റ് മിനിറ്റ് നീ ഏതാ? ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഒത്തിരി യൂട്യൂബേഴ്സ് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ മൊബൈലിലാണ് എടുത്തത്. ഇങ്ങനെയായി കുറേ സ്വിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കാത്ത ആൾക്കാർക്ക് പല അറിയാം. ഇത് കണ്ടാൽ തന്നെ ഇച്ചിരി മനസ്സിലാവുന്നുണ്ട്. എന്താ ഇരിക്കുക പോകുന്നില്ല. നമുക്ക് കൊല്ലാൻ പറ്റുമോ? ഫസ്റ്റ് തന്നെ നമുക്ക് പിന്നെ എവിടെ ഞെക്കണ്ട കൊല്ലാൻ. നമുക്ക് മരം വെട്ടാൻ കൊല്ലാൻ പറ്റില്ല. കുറെ മരം ഇതെല്ലാം പറഞ്ഞു തരാൻ എൻ്റെ കൂട്ടുകാരൊക്കെ അടുത്തിരിപ്പുണ്ട്. അവരാണ് എന്തൊക്കെയോ ഓപ്ഷൻ പിടിച്ച് എനിക്ക് സെറ്റാക്കി തന്നത്. അവരാണ് ഡൗൺലോഡ് ആക്കി തന്നത്. പൈസ കൊടുത്താണ് കയറ്റി. എന്നാലും നല്ല രസമുണ്ട് കളിക്കാൻ. ഇതൊരു കളിക്കരുത്, അവരുടെ അഭിപ്രായം വെച്ച് ഇത് കളിക്കുന്നത് നല്ല ഗെയിമാണെന്നാണ്. ഓപ്പൺ വേൾഡിലാണ് ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാത്രി ആവുന്നതിന് മുമ്പ് ബെഡ് വേണം. ഓക്കെ, ബെഡിന് എന്താ വേണ്ടേ? ആടിനെ കൊല്ലണം. പശുവിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കും. ഇൻവെന്ററി ഇവിടെ ഇവിടെ അതെ. എന്നിട്ട് ഇത് 4 വെച്ച് മൊത്തം ലോഗാക്കുക. വേണ്ട, മൊത്തം ആക്കണം. വേണമെങ്കിൽ ആക്കാം. നീ സ്വയം ചെയ്ത് നോക്ക്. എന്നിട്ട് ഞാൻ അതൊന്നും വേണ്ടായിരുന്നു. നീ ക്രാഫ്റ്റിംഗ് ടേബിൾ ഓക്കെ. ഇനി അത് വെക്കാൻ വേണ്ടി മറ്റേ ഇതോ. ഓക്കെ. അതിനുശേഷം ഇതാ പിക്കാക്സ്. ഒരു ആക്സ് ഉണ്ടാക്കുക. ഒരു വാളുണ്ടാക്കിയോ. അതിന് ഒന്നുകൂടെ ഞെക്കിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് വാളുണ്ടാക്കുക. എന്നിട്ട് നിൻ്റെ ഇഷ്ടം പോലെ കളിച്ചോളുക. ഇനി ആ ക്രാഫ്റ്റിൻ്റെ കൂടി പൊട്ടിച്ചെടുത്തേക്കെ. കിട്ടുമല്ലേ? ഓ, ഇതിനെ കണ്ടില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ ആടിനെ കൊല്ലണം. അടിപൊളി. പട്ടിയെ തൊടാൻ നിൽക്കരുത്. നീ പട്ടിയാനെ വേണ്ട മോനൂസേ, നീ പോ കുട്ടാ. നീ എന്നെ തൊടുമോടോ. എന്നോടാ കളി. ഞാൻ പിന്നെ കുത്തി പിടിച്ച് അത് കോള് വേണമെങ്കിൽ വെട്ടിക്കോ. കോളിതാ. എടാ, പിക്കാക്സ് വെച്ച് വേണം നമ്മളിത് പൊട്ടിക്കാൻ. കിട്ടുമോ? ഗേസ്, ഞാനിവിടെ മാറി നിന്ന് കളി കാണുകയാണ്. ഗേസ്, എൻ്റെ ചേച്ചി കളിക്കുന്നുണ്ട്. ഗേസ്, നമ്മൾ ഇത്രയും മതി. നമ്മൾ വലിയ കാര്യത്തിലൊന്നും പെടുന്നില്ല. നമുക്ക് രാത്രി ആവുന്നതിന് മുമ്പ് ആടിനെ കൊല്ലണം. ആടിനെ നോക്കാം. ആടെവിടെ? ഗേസ്, ആടി ഇവിടെ ഉണ്ട് കേട്ടോ ഗേസ്. അപ്പം ആടിനെ നോക്കാം. ഓക്കെ. അപ്പം ഈ ചാനൽ വേണേ നമ്മൾ ഫുഡ് കിട്ടാം. വാള് വെച്ച് കൊല്ലണം. കുറച്ചുകൂടെ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചേക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആ 3 പറഞ്ഞാലേ അതിൻ്റെ ഒരു നിയമമായിട്ട് വരുള്ളൂ ഗൈസ്. അപ്പോൾ ഒരൊറ്റ ആടുമില്ല. പശു സ്പൂണായിട്ടുണ്ട്. പശുവിനെ കണ്ടു. യെസ്, അവിടെ ഞാൻ കാണുന്നു. ആദ്യത്തെ കണി കൊന്നേക്ക് പോയി. വാള് വെച്ച് ഗൈസ് നമുക്ക് കൊല്ലാം. വാള് വേണം. ഓക്കെ, നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂ റെസിപ്പി അൺലോക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി അങ്ങനെ 2 എണ്ണം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. എന്നാലേ ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബെഡില്ലെങ്കിൽ നമുക്ക് ഈ കുഴി താമസിക്കാം. പക്ഷേ ഇതിന് മുമ്പ് നമുക്ക് ബെഡിനുള്ള ആളെ കണ്ടുപിടിച്ച് കുറച്ച് വില്ലേജ് തപ്പിയിട്ടൊക്കെ വീടുണ്ടാക്കിയാൽ മതി. എവിടെയായിട്ട് വരും? വില്ലേജ് പല സ്ഥലത്തായിട്ട് വരും. പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നെക്സ്റ്റ് ആണ്. ഓക്കെ,
കോഴിയാണത്. ഓ ഗായ്സ് കോഴി. കോഴി നമുക്ക് കൊല്ലാൻ പറ്റും. ചെറിയ തരത്തിലൊരു ലാഗുണ്ട് ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ അടുത്ത ഗൈസ് ഞങ്ങൾ മൊബൈലിലാട്ടോ അത് കളിക്കുന്നത്. അപ്പോൾ അത് അവിടെ രണ്ടാടും കൂടി. അയ്യോ അതിൻ്റെ അമ്മയെ കൊന്നാണ് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അതിൻ്റെ ജീവൻ പോയി. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണം. ഇതിൽ ഈ എപ്പിസോഡിലല്ല, നമ്മളൊരു 3-4 എപ്പിസോഡും കൂടെ കഴിഞ്ഞിട്ട് നമ്മളൊരു വീടുണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. ഇതങ്ങനത്തെ ഹൊററായിട്ടുള്ള ഗെയിമൊന്നും അല്ല കേട്ടോ ഗൈസ്. ഞാൻ കുറേ വീഡിയോ റിവ്യൂ ചെയ്തൊക്കെ കണ്ടത്. റിവ്യൂ മോനെ, റിവ്യൂ. അപ്പൊ ഗായ്സ് രാത്രികളിൽ സോംബി വരാൻ സാധ്യത കൂടുതലാണ്. സോംബി വരാൻ സാധ്യതയല്ല, ഇത് എന്തായാലും വന്നില്ല. ഇത് മഞ്ഞാണ്. നീ താഴത്ത് പോവാ. അയ്യോ ഫുഡ് വേണം ഗൈസ്, കുറച്ച് ഫുഡ് ശേഖരിക്കടാ. ഫുഡ് കിട്ടി ഗായ്സ്, അവൻ പന്നീൻ്റെ. ഓക്കെ നമുക്ക് താഴത്തോട്ട് പോകണം. മണ്ടേ ഫുഡ് കിട്ടിയാലോ? മണ്ടേ ഫുഡില്ല. കുട്ടി തൽക്കാലം ഇത് നമുക്കൊരു നമ്മുടെ കയ്യിലൊരു ഫുഡുണ്ട്, അത് വെറുതെ പച്ചയ്ക്ക് തിന്നാം. ഞാൻ അത്ര നരഭോജിയൊന്നും അല്ല, പക്ഷെ എന്നാലും കഴിക്കാം. താഴെ വന്നുകൊണ്ട് ഒരു ആടിനെയും കിട്ടിയിട്ടോ ഗൈസ്. ഇതിനൊക്കെ കൊന്ന് നമുക്ക് കുറച്ച് സ്റ്റോൺ വെട്ടണം ഗൈസ്. അവിടെ ഒരു പശു ഉണ്ട് യെസ് ഇവിടുത്തെ പശു കൂവിയിരിക്കുന്നു. കറക്കാൻ സമയമായി. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളായി. ഫുഡ് ഇഷ്ടം പോലെ സ്റ്റോൺ വേണം. ഏതെങ്കിലും കേവ്, അപ്പുറം ഒരു കേവ് ഉണ്ടെന്ന് തോന്നുന്നു. കേവാണെന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്ന് പോയി നോക്കുക. എന്തായാലും ഞാൻ തെണ്ടി നടക്കാം, അതൊരു സുഖമാണ്. കേവെന്ന് വെച്ചാൽ ഗുണസേവല്ല. താഴെയുണ്ട് ഇതവിടെ. കേവല്ലേ നമ്മൾ പറ്റിക്കപ്പെടും. താഴത്തോട്ട് അങ്ങനെ ഇറങ്ങിപ്പോകാൻ നമുക്ക് താഴോട്ട് പോകണേ വെട്ടം വേണം ഗൈസ്. നമ്മുടെ ഇൻവെൻറ്ററി വേഗം ഒന്ന് ഫുള്ളാക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഗൈസ്. കാരണം വെച്ചാൽ നമ്മൾ വില്ലേജ് തപ്പി പോകണം. വില്ലേജുകാരെ ഓസി നമുക്ക് ജീവിക്കണം. നമ്മൾ അവരെ ഓസി നടക്കുന്നത് മാത്രമല്ല, അവർക്ക് കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ഓക്കെ ഗൈസ്, ഒരു പണി കിട്ടി. ഒന്ന് ഗ്രേവൂളായിപ്പോയി. വേഗം ഒരു ആടിനെ കൊല്ലണം. ഫുഡ് ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് വെട്ടം കൂടി വേണം. നമുക്ക് വേണമെങ്കിൽ ഈ ഗുഹേൻ്റെ അകത്ത് താമസിക്കണ്ടേ? അതിന് ഒരു വൂളും കൂടെ വേണം. ഗൈസ്. വേഗം പോയിട്ട് ഒന്നിനും കൂടെ കിട്ടുമോ നോക്കാം. എല്ലാം ചത്തു. ഇതെവിടെയെങ്കിലും വെച്ച് സോംബിന്റെ കളി തുടങ്ങാനായി. ഒരാടുമില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ആ പൊട്ടൻ അവിടെ വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ പോയപ്പോൾ ആടിനെ ഇവിടെ ഒരു ആട് പോയിട്ട് പട്ടുനൂൽപ്പുഴ പോയില്ല. അവന്മാർക്ക് ഇത്രയും ചൂടുണ്ടോ? എന്നെക്കാളും ചൂടുണ്ടല്ലോ. വലിയ പങ്കാളി ഈ കേവ് ഇവിടെ റീസ്പോൺസ് ഇത്ര ചെയ്യണം. നമുക്കിപ്പോ മണ്ണ് കുഴിച്ചപ്പോ ഒരു കുഴിക്കകത്ത് നമുക്ക് തൽക്കാലത്തേക്ക് നിൽക്കാം. നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ കുഴി കയറി സ്കെൽട്ടൻ നമ്മൾ പെടും. സ്കെൽട്ടൻ വന്നാൽ അമ്പിയൂന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണ് ബുദ്ധിമാൻ. ഓക്കെ, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട ലൈറ്റ് വെക്കണം. താഴത്തോട്ട് വിളിച്ച് നമുക്കല്ലേ ഫുഡെല്ലാം കൂടെ എടുത്ത് ഞാനിപ്പം മറ്റേ. ഓക്കെ ഗൈസ്, ഒരു മണ്ടത്തരം ചെയ്ത് നിൽക്കുന്ന വലനെയാണ് നമ്മൾ പ്രത്യേകിച്ച് അവിടെ കാണാൻ സാധിക്കുന്നത്. മണ്ടത്തരം നല്ല വേറെ ഐഡിയ ഉണ്ട് കേട്ടോ ഗൈസ്. അയ്യോ, രാവിലെ ആയോ? രാവിലെ ഇല്ല. ആയി, ഞാൻ എന്തായാലും ഇറങ്ങിയത്. നമ്മുടെ വീട് ഇന്ന് ഇത്ര ഇവിടെ
പണിപാളി. ഓ ഗായ്സ് നമുക്കിനി ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കാം ഗൈസ്. നമുക്ക് അടിയിലോട്ട് ഒരു കേവ് ഉണ്ടാക്കിയാണ്. ഓക്കെ, നമ്മളിനി എന്തത് മട്ടൻ വെക്കാം ഗൈസ്. മട്ടൻ എവിടെയൊക്കെ ഉണ്ട്? അത് മുകളിൽ രണ്ട് കുട്ടേ ഉള്ളു ഗൈസ്. ആ കോളുണ്ട്, കോള് വെക്കാം. ഇപ്പം ഈ ചിക്കനും ഈ റോബീസും വെക്കുന്നില്ലേ? ക്രാഫ്റ്റിംഗ് ടേബിളിലും ഞാൻ വെച്ച സാധനം റെഡിയായില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ വെക്കത്തിന് ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ഒക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ ഇത് രണ്ടാമത്തെ കാര്യം കൂടെ പറയാണ്. ഈ വീഡിയോ അല്ല, ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആ ബെല്ലൈക്കൺ അങ്ങോട്ട് പൊട്ടിക്കുക. ടിങ് ടിങ്. ഓക്കെ ഗൈസ്, ഇനി രാത്രി ആവാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കണം. ഇതിൽ ഐറ്റംസ് ഇത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി രാത്രി വരെ കാത്തിരിക്കാം. കാത്തിരുന്നു പാട്ട് പറയില്ല ഗൈസ്. പുഴ മെലിഞ്ഞു. അയ്യോ പണിയായി. ഞാനിവിടെ കേറുമ്പോ അവൻ ഈ സൈഡിൽ വേറെ ഒരുത്തനാ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 4 സ്റ്റോണായി. നാടൻ തന്നെയായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. സോംബിന്റെ സൗണ്ട് കേൾക്കുന്നു. സോംബി കരയുന്നു. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ച ഒരു തുള്ളി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിമിംഗ് വീഡിയോ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ തരത്തിൽ തെറ്റുണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നു. അടിപൊളിയായിട്ട്. ഇനി ഈ അടുത്ത വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങളെ ഇട്ട് വെറുപ്പിച്ചിരിക്കും ഗൈസ്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒക്കെ ട്രെൻഡ് അങ്ങ് കഴിഞ്ഞു പോയി. ഇപ്പം എല്ലാവരും GTA 5 ഉണ്ടായിരുന്നതാണ്. പല പല ഗെയിമുകളിലും ഫ്രീ ഫയർ അങ്ങനെ ഓരോ ഗെയിമുകളിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ മൈൻക്രാഫ്റ്റ് വീഡിയോ ഇടാൻ കുറച്ച് വൈകി സോറി ഗൈസ്. വേണേ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞങ്ങൾ വേണേ ഫ്രീ ഫയറിന്റെ ഒക്കെ ഇടാം. നിങ്ങൾ പറയുന്ന പോലെ ഗൈസ്. നമ്മൾ കമന്റ് ചെയ്യാം. നമ്മുടെ ഫർണസിൽ അത്യാവശ്യം ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. അതെ ഗൈസ്, ആ ഒറ്റ കോളും കൊണ്ട് ഇത്രയായി. അത്ഭുതം കേട്ടോ ഗൈസ്. ഒരു കാര്യം പറഞ്ഞു, ഇത് 1.91 അല്ല, 1.91 ഞങ്ങളുടെ 1.20 എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആ തെറ്റൊക്കെ തിരുത്തതാണ് ഗൈസ്. അപ്പം ഒന്ന് രാവിലെ ആയാൽ മതിയായിരുന്നു ഗൈസ്. ഇത് എന്താണെന്നറിയത്തില്ല. എൻ്റെ പൊന്ന് ഗൈസ് മടുത്തിട്ടു. ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ടു കേട്ടോ. 1 മണിക്കൂറൊക്കെ എടുക്കും രാവിലെ. ഇത്രയൊക്കെ ഉണ്ടാവും തോന്നുന്നില്ല ഗൈസ്. നമുക്ക് വൈകുന്നേരം ഉറങ്ങിയാലോ? അയ്യോ കിട്ടും അവൻ്റെ ഇറച്ചി. അത് നമുക്ക് തിന്നാൻ പറ്റും. സോംബിനെ കൊന്നിടാ. സോംബി എന്തോ കിഴങ്ങോ എന്തോ എടാ സോംബി ഒരു കിഴങ്ങനായിരിക്കും, അതുകൊണ്ടായിരിക്കും കിഴങ്ങിനടിച്ച്. 2024 പുതിയ കോമഡി എല്ലാവരും സ്കെൽറ്റന്റെ ഉള്ളിൽ ഫുള്ള് ഇറച്ചിക്കട തുടങ്ങി. അമ്പ് സ്കെൽറ്റന്റെ അമ്പ് കിട്ടിയേ. എടാ അമ്പ് മാത്രമേ ഉള്ളൂ, അത് വിടാനുള്ള സാധനമില്ല. വെറുതെ വിടാൻ പറ്റുമോ? വില്ലേ ഉള്ള അമ്പില്ല. വില്ലേ ഉള്ളു. ഓക്കെ ഗൈസ്, ഇത് ഇപ്പം നിർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് രാവിലെ ആവുന്നുമില്ല. ഫ്യൂ മിനിറ്റ് ലേറ്റ് ആണ്. ഓക്കെ ഗൈസ്, പെട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ വെച്ച് നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ? തീരെ താല്പര്യമില്ല, എന്നാലും നിർത്താം. അതിന് മുമ്പ് നമ്മളിവിടെ ഒന്ന് റെഡിയാക്കണം.
ഫസ്റ്റ് ഉള്ളി കയറിയിട്ട് ആ ഡേർട്ടൊക്കെ അങ്ങനെ അങ്ങ് വെച്ചേക്കാം ഗൈസ്. രാവിലെ പെടണ്ട. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരാം. ടാറ്റാ.